കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടിച്ച നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ ഏകപ്രതി കേഡൽ ജിൻസൺ രാജ കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷാവിധിയിൽ വാദം നാളെ നടത്തുമെന്ന് തിരുവനന്തപുരം 6ാം ക്ലാസ് സെഷൻസ് കോടതി അറിയിച്ചു. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക എന്നീ കുറ്റങ്ങളാണ് പ്രതിക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. കേഡലിനെതിരെ ചുമത്തിയിരിക്കുന്ന എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി. കൊലപാതകം നടന്ന 8 വർഷത്തിന് ശേഷമാണ് വിധി വരുന്നത്. 2017 ഏപ്രിൽ 5-നാണ് പ്രതി കുടുംബാംഗങ്ങളായ 4 പേരെ കൊലപ്പെടുത്തിയത്. പ്രതി കേഡൽ ജിൻസൺ 4 പേരെയും കൊന്ന ശേഷം ചുട്ടരിച്ചെന്നാണ് കേസ്. ഡോക്ടർ ജിൻ, പത്മ, ഭർത്താവ് റിട്ടയർഡ് പ്രൊഫസർ രാജ തങ്കം, മകൾ കരോളിൻ, ഡോക്ടറുടെ ബന്ധു ലളിത എന്നിവരാണ് കൊലപ്പെട്ടത്. ഏപ്രിൽ 9-ന് പുലർച്ചെയാണ് ക്ലിഫ് ഹൗസിന് സമീപം ബെയിൻസ് കോമ്പൗണ്ടിൽ 117-ാം നമ്പർ വീട്ടിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അച്ഛൻ, അമ്മ, സഹോദരി എന്നിവരുടെ മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലും ബന്ധുവിന്റെ ശരീരം വെട്ടിനുറുക്കി പുഴുവരിച്ച നിലയിലുമായിരുന്നു കണ്ടെത്തിയത്. 2017 ഏപ്രിൽ 5-ന് ഉച്ചയ്ക്ക് മുൻപ് താൻ ഉണ്ടാക്കിയ വീഡിയോ ഗെയിം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അമ്മ ജിൻ പത്മയെ മുകളിലുള്ള റൂമിലേക്ക് എത്തിച്ചായിരുന്നു ആദ്യ കൊലപാതകം. കമ്പ്യൂട്ടറിന് മുന്നിൽ കസേരയിൽ ഇരുത്തി പിന്നിൽ നിന്ന് മഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അന്ന് വൈകുന്നേരത്തിന് മുൻപ് തന്നെ ഇതേ രീതിയിൽ അച്ഛൻ രാജ തങ്കത്തെയും സഹോദരി കരോളിനെയും പ്രതി കൊലപ്പെടുത്തി. പിന്നീട് ഈ മൃതദേഹങ്ങൾ ബെഡ്റൂമിൽ സൂക്ഷിച്ചു. അടുത്ത ദിവസം ബന്ധുവായ ലളിതയും സമാന രീതിയിൽ കൊലപ്പെടുത്തി. 7-ാം തീയതി രാത്രി മൃതദേഹങ്ങൾ കത്തിക്കാനുള്ള ആദ്യ ശ്രമം നടത്തി. എന്നാൽ ഇതിനിടയിൽ കേഡലിന്റെ കൈക്ക് പൊള്ളലേറ്റു. തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ബന്ധു ജോസിനും വീട്ടുജോലിക്കെത്തുന്ന സ്ത്രീക്കും ചില സംശയങ്ങൾ തോന്നിയെങ്കിലും ഇവരോടൊക്കെ നുണകൾ പറഞ്ഞ് പ്രതി ഒഴിഞ്ഞുമാറി. 8-ാം തീയതി രാത്രി മൃതദേഹം കത്തിക്കാൻ വീണ്ടും ശ്രമിച്ചതോടെ തീ മുറിയിലേക്ക് പടർന്നു. ഇങ്ങനെയാണ് ഞെട്ടിക്കുന്ന കൊലപാതക വിവരം പുറംലോകം അറിഞ്ഞത്. സംഭവത്തിന് ശേഷം ചെന്നൈയിലേക്ക് രക്ഷപ്പെട്ട കേഡൽ നാട്ടിൽ തിരികെ എത്തുമ്പോഴാണ് അറസ്റ്റ് ചെയ്തത്. അച്ഛനോടും കുടുംബത്തിനോടുമുള്ള അടങ്ങാത്ത പകയാണ് കൊലയ്ക്ക് കാരണമെന്നും പോലീസ് പറയുന്നു. എന്നാൽ കൊലയ്ക്ക് കാരണം അസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ആഭിചാരം എന്നെല്ലാം മൊഴി നൽകി കേഡൽ അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഡോക്ടർമാരുടെ സംഘം റിപ്പോർട്ട് നൽകിയതോടെ വിചാരണ ആരംഭിക്കുകയായിരുന്നു. പ്രതിക്കെതിരെ കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, മാരകായുധങ്ങൾ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക, വീട് നശിപ്പിക്കൽ എന്നീ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ഇതിനു പിന്നാലെയാണ് കേസിൽ നാളെ വിധി പറയുന്നത്. ന്യൂസ് ഡെസ്ക് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.